അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് കറിയൊന്നുമില്ല, മീൻകറിയൊന്നും ഇല്ലാന്ന് അറിഞ്ഞത് കേട്ടോ. മീൻകറിയില്ലാതെ നമുക്ക് ചോറിറങ്ങൂലല്ലോ. അപ്പോൾ തൊട്ടടുത്ത ഫാമിൽ കൊഞ്ച് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കൊഞ്ചൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കറി വെച്ചു. എന്നിട്ട് രുചിക്ക് വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്കെങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കാം, ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ. അങ്ങനെ നമ്മുടെ മൺറോത്തരത്തിൽ ഒരുപാട് കൊഞ്ച് ഫാമുകളൊക്കെ ഉണ്ട് കേട്ടോ. കൊഞ്ച് വളർത്തൽ കേന്ദ്രങ്ങൾ കേട്ടോ. അങ്ങനെ കൊഞ്ച് വളർത്തലൊക്കെ പണ്ടൊക്കെ വർഷത്തിൽ ഒരു തവണയായിരുന്നു നടത്തുന്നത്. അങ്ങനെ മഴയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വർഷത്തിൽ ഒരു തവണ മാത്രമായിരുന്നു പണ്ടൊക്കെ കൊഞ്ച് വളർത്തൽ നടത്തുന്നത് കേട്ടോ. ഇപ്പോൾ ടെക്നോളജിയൊക്കെ മാറിയില്ലേ, ഒരുപാട് സാധ്യതകളുണ്ട് കൊഞ്ച് വളർത്തൽ വർഷത്തിൽ എല്ലാ കാലവും നടത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഒരുപാട് കൊഞ്ച് വളർത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എപ്പോഴും നമുക്ക് നാട്ടിൽ കൊഞ്ച് മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. പല സ്ഥലങ്ങളിൽ ഇതിന് ചെമ്മീൻ എന്നാണ് പറയട്ടോ. നമ്മുടെ നാട്ടിൽ കൊഞ്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള റോയൽ മൺട്രോ പാലസ് എന്ന് പറയുന്ന ഇതൊരു റിസോർട്ടാണ് കേട്ടോ. അവർക്ക് തന്നെ ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ കൊഞ്ചുകൾ മേടിച്ച് കറി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസം തന്നെ നമുക്ക് കൊഞ്ചൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം പണ്ടൊന്നും അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ കൊഞ്ച് കിട്ടത്തില്ലായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് കായലൊക്കെ ഉണ്ടായതുകൊണ്ട് കായലിൽ പോയ ചെറിയ കൊഞ്ചുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതുപോലത്തുള്ള ഇടത്തരം കൊഞ്ചുകളൊന്നും കിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒരു ഇടത്തരം കൊഞ്ചുകളാണ് കേട്ടോ. ഇതിൽ 30-20 കൗണ്ടുകളൊക്കെ വരുന്ന കൊഞ്ചുകളൊക്കെ ഒരു കാലത്ത് ഇവിടെ കിട്ടാറുണ്ടായിരുന്നു. അതൊക്കെ എക്സ്പോർട്ടിങ് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോകട്ടോ. ഇങ്ങനെ സാധനങ്ങൾ ഇതേക്കുള്ള സൈസാണ് നമ്മളെപ്പോഴും വാങ്ങി കറി വെക്കാറൊക്കെ ഉള്ളത്. വളർത്തു കൊഞ്ചുകളിൽ തന്നെ പല ടൈപ്പ് കൊഞ്ചുകൾ കേട്ടോ. ടൈഗർ പ്രോൺ എന്നൊക്കെ പറയുന്ന പുലിക്കൊഞ്ച്, കാരച്ചെമ്മീൻ എന്നൊക്കെ പറയുന്ന കൊഞ്ചുകളുണ്ട്. അതാണ് കൂടുതൽ പേരും വളർത്തുക ചെയ്യുക. പിന്നെ ഈ കാണുന്ന നാരൻ ചെമ്മീനെ പോലുള്ള ഒരു കൊഞ്ചാണ് കേട്ടോ. ഇതിന് വനാമി കൊഞ്ച് എന്ന പേരുണ്ട്. അങ്ങനത്തെ വന്ന വഴിക്ക് അമ്മതെ കൊഞ്ച് പിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പച്ചക്കറി അല്ല അതിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ അരിയാമെന്ന് കരുതി. അങ്ങനത്തെ ഈ കാണുന്നൊരു കട്ടിംഗ് ബോർഡില്ലേ, കഴിഞ്ഞ ദിവസം നമുക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡ്. അമ്മയ്ക്ക് അരിയാനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ്. അമ്മ പക്ഷേ കയ്യിൽ വെച്ചാണ് കേട്ടോ പച്ചക്കറി അല്ലെങ്കിൽ ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ അരിയുന്നത്. നമ്മളൊക്കെ ആണെങ്കിലും കട്ടിംഗ് ബോർഡ് വിളിച്ചിട്ട് നല്ല നിസ്സാരമായിട്ട് അരിയാൻ പറ്റും. അമ്മയൊക്കെ കയ്യിൽ വെച്ച് അരി ശീലിച്ചുകൊണ്ട് കയ്യിൽ വെച്ച് തന്നെയാണ് ഇതൊക്കെ അരിയുന്നത് കേട്ടോ. അങ്ങനെ തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ പ്രധാന ഇൻഗ്രീഡിയൻസ്. അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നും ചേർക്കാനില്ല, കറിവേപ്പില കൂടിയുള്ളൂ ചേർക്കാൻ ഇതിനകത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊഞ്ചറി വെക്കോ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 4-5 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊഞ്ച് കേട്ടോ. ഒരു കൊഞ്ച് 4-5 കഷ്ണം കഴിച്ചാലൊന്നും കൊഞ്ചിനോടുള്ള ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ വായിലെ കൊതിയൊന്നും തീരില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ അതിൻ്റെ കൊതി തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ഒരു 1 കിലോയെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ നമ്മളൊരു 1/2 കിലോ കൊഞ്ചാണ് മേടിച്ചത്. ശേഷം 30-32 കൊഞ്ചോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അമ്മ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. ചട്ടിയിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസൊക്കെ തീർന്നിരിക്കുന്ന കാരണം നമ്മൾ വിറകടുപ്പിലാണ് പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പം ഒന്നും അധികം മേടിക്കാറില്ല, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് മസാലയുടെ സാധനങ്ങളൊക്കെ ഇട്ട് കേട്ടോ. ഒരു ബേ ലീഫും പിന്നെ പട്ടയും ഗ്രാമ്പും കുരുമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി വഴറ്റിയെടുക്കാൻ കരുതി കേട്ടോ. നമ്മൾ വെക്കുന്നത് ചെമ്മീൻ തീയലും അല്ല റോസ്റ്റും അല്ല, വേറെ തരത്തിലൊരു പരിപാടി കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വെക്കുന്ന ടൈപ്പിലൊന്ന് പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. സാധാരണ വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷേ നമ്മൾ കറി വെച്ച് വരുമ്പം സാധാ സ്റ്റൈലിലൊക്കെ ആയിപ്പോവും. അതാണ് നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോൾ പ്രത്യേകം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ട്, കാരണം കൊത്തിയരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ചെന്നിട്ട് ആ കറിയിലേക്ക് മിക്സ് ആകും കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ കട്ട് ചെയ്തിടുന്നതിന് പകരം ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ആ കറിയിലേക്ക് പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു തിക്കായിട്ടൊരു ഗ്രേവിയൊക്കെ നിൽക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സവാള എടുത്തത് കേട്ടോ. സവാള പിന്നെ നല്ല രീതിയിൽ ഉടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത്, സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ഏത് കറി വെച്ചാലും സവാള ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിടും. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നീട് അതിൻ്റെ ഉപ്പ് അളവ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അങ്ങനത്തെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാള ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്നപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഉപ്പിൻ്റെ കാര്യമില്ലേ, ആ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്ത് കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം സവാളയൊക്കെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ തന്നെ സവാളയൊക്കെ നല്ല രീതിയിൽ വാടി വന്നപ്പോൾ നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അങ്ങനെ മീറ്റ് മസാല, അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൊടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ആ സവാളയൊക്കെ തൊട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുത്ത് കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി നല്ല ഫുള്ളായിട്ട് മിക്സായി പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കരുതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ പിടിക്കാൻ നോക്കിയാണെങ്കിൽ നമ്മൾ വെച്ച് വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാടൻ ഏതെങ്കിലും കറിയായി പോകും. പിന്നെ എൻ്റെ കൈയുടെ അളവും കാര്യങ്ങളൊക്കെ അതിലെ അളവ് കൃത്യത ഒന്നുമുള്ള അളവല്ല കേട്ടോ. കൈക്ക് തോന്നുന്ന കണക്ക് ഇടുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും മോശമല്ലാത്ത രീതിയിലൊരു കറി വെക്കാൻ പറ്റുമെന്നാണ് ഞാനെപ്പോഴും പ്രതീക്ഷിക്കാറ്. അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളിയാണ്, ചെറിയ തക്കാളിയാണ് എടുത്തത് കേട്ടോ. അതിന് ശേഷം ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉണ്ട പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എരിവ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഇടുന്നില്ല. പിന്നെ അതൊരു കളറിന് വേണ്ടി അങ്ങ് ഇടുന്നുള്ളൂ കേട്ടോ.
പിന്നെ ലിജിക്ക് പിന്നെ ഈ കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിനകത്തെ കൊഞ്ച് മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എരിവും കാര്യങ്ങളൊക്കെ അധികം കൂടി കഴിഞ്ഞാൽ പിന്നെ അതും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എരിവൊന്നും അധികം ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കേട്ടോ എരിയൊക്കെ ഇടാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ടാണ് പച്ചവെള്ളമൊക്കെ ഒരു ലിമിറ്റിന് മാത്രമേ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആയി വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ നമ്മളെല്ലാം കൊഞ്ചിടാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മസാല ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊഞ്ചെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുത്തിട്ട് കൊഞ്ചിനെ പുഴുങ്ങിയെടുക്കാൻ പോകുന്ന രീതിയിൽ എടുക്കാൻ പോകട്ടോ. പുഴുങ്ങുമ്പോൾ കൊഞ്ചിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി ആ ഗ്രേവിക്കകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൊഞ്ചെല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇളക്കിയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങാൻ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കൊഞ്ചങ്ങ് വേവും കേട്ടോ, കൊഞ്ചിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കാൻ പോവുകയാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇനി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് അടച്ച് വെച്ചു. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നപ്പോഴത്തേക്ക് കൊഞ്ചിനൊക്കെ ഒരു റോസ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കൊഞ്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ. ചെറിയൊരു സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് ഈ കൊഞ്ചെടുത്ത് ഇങ്ങനെ കഴിക്കണം കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് കേട്ടോ. കൊഞ്ചൊക്കെ പണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് അടുത്ത ദിവസത്തേക്ക് കൊഞ്ച് സൂക്ഷിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇത് വെറും വെള്ളത്തിൽ ചൂടാക്കി വേവിച്ചിട്ട് അതിങ്ങനെ അടച്ച് വെക്കും കേട്ടോ തലേ ദിവസം. അപ്പം അടുത്ത ദിവസത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കറി വെക്കും. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വേവിച്ച് വെച്ചേക്കുമ്പോൾ അതിനകത്ത് പോയി കൊഞ്ചിങ്ങനെ പറക്കി തിന്നുക കേട്ടോ. ആ ഒരു ഓർമ്മ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന്. അപ്പോൾ അത് ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി ഏകദേശം റെഡിയായി. പിന്നെ നമ്മൾ ഈ പുളിയൊന്നും ചേർക്കില്ല. ഗരം മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കുന്ന പറഞ്ഞാൽ പുളി ചേർക്കില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ വേണം ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ മേടിക്കുമ്പോൾ നാളത്തേക്ക് വൈകുന്നേരത്തേക്ക് ഇച്ചിരി കറി വേണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറി, അത് ഇവിടുന്ന് അങ്ങോട്ട് മാറുകയാണ്. പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ചെമ്മീൻ കറി പോലെ ആവാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് ഇനി കുറച്ച് നേരം വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ ചെമ്മീൻ കറി റെഡിയായി. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറി ഒക്കെ മാറിയിട്ട് വേറൊരു കറിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയുള്ളൂ പിന്നെ കേട്ടോ. കുറച്ചായിട്ട് ഗ്രേവി ആയിട്ട് ഇരുന്നാലും നമുക്ക് വൈകുന്നേരത്തൂടെ കറിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറിയിലേക്ക് ആക്കിയത്. ഇപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു മുളക് കറിയോ അല്ലെങ്കിൽ ഒരു ഉള്ളിക്കറിയോ ഒരു തീയൽ കറിയോ അങ്ങനെ പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് ചെമ്മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല കൊഞ്ചുള്ള കുറച്ച് പീസുള്ള കൊഞ്ചോ ചെമ്മീൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതേ അമ്മ അച്ഛനും കൂടെ പുറത്ത് വേറെ ജോലിയിലൊക്കെ ഇരിക്കാട്ടോ. അവർ മീൻ പിടിക്കാനായിട്ട് പോകാനായിട്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ അമ്മയുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ എടുത്ത് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്. ഞാൻ ലിജി അകത്തുള്ളൂ കേട്ടോ. അമ്മ അച്ഛനും പുറത്ത് ഒരു കൂട് വെച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു സംഭവം പണിയാനായിട്ട് കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓല കൊണ്ട് പണിയുന്നൊരു കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ കറിയൊക്കെ അത്യാവശ്യം ഒരു ഗ്രേവി ടൈപ്പ് നല്ല കിടിലൻ കറിയൊക്കെ ആയിട്ട്. ഒന്നാമത് നല്ല വിശപ്പുണ്ട് കേട്ടോ. സമയം 2-2:30 സമയമായിട്ടുണ്ടാവും കേട്ടോ. ഞാനൊരു ഉച്ച സമയത്ത് കറക്റ്റ് ചോറ് കഴിക്കാൻ സമയമായപ്പോഴാണ് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ കൊഞ്ച് കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് അവിടെ പോയി കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നത് നമ്മുടെ മള്ളിത്തറ ഫാമിൽ. അപ്പം അതുകൊണ്ട് തന്നെ സമയം ഒരുപാടായി. ഇനിയിപ്പോൾ സമയം കാത്തിക്കാനൊന്നുമില്ല. വേറെ കറിയൊന്നും എടുത്തിട്ടില്ല. വെജിറ്റബിൾ അവിയലൊക്കെ ഉണ്ട് കേട്ടോ. അവിയലൊന്നും എടുക്കുന്നില്ല. ഈ കറി മാത്രം ഉപയോഗിച്ചിട്ട് കഴിക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൊഞ്ചിൻ്റെ വലിപ്പം. വെന്ത് കഴിഞ്ഞപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ. പിന്നെ കുറച്ച് കൊഞ്ച് ഇരിക്കുന്നുണ്ട്. അതമ്മ ഈർക്കല്ല് വറുത്തിട്ട് വൈകുന്നേരം കഴിക്കാമെന്നൊക്കെ പറഞ്ഞേക്കട്ടോ. അങ്ങനെ ലിജിക്കൊച്ചിന് ചോറ് വാരി കൊടുത്തേട്ടോ. ലിജിക്കൊച്ച് സമയം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇനി വാരി കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം സമയം എടുത്ത് കഴിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പാത്രത്തിൽ കഴിക്കുന്നതുകൊണ്ട് വാരി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ കൊഞ്ചറി ഞാൻ പറഞ്ഞ കണക്കല്ല, ഞാൻ വെച്ചത് കൊണ്ടല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കൊഞ്ചിൻ്റെ ഒരു മണവും പിന്നെ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അത് എന്താ പറയുക, അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കൊഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞങ്ങളുടെ വീട്ടിലും കൊഞ്ച് വളർത്തും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഒരുപാട് കൊഞ്ച് കറിയും കൊഞ്ച് വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാശൊക്കെ കൊടുത്ത് മേടിച്ച് കഴിക്കുക കേട്ടോ. പണ്ടൊന്നും കാശ് കൊടുക്കാതെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് വിശേഷങ്ങൾ, എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പം ഈ ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടികളിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചെറിയൊരു പാചകമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.